ഹായ് ഗായ്സ്. അങ്ങനെ രാവിലെ 8 മണിയായിട്ടും ഇതുവരെയായിട്ടും നമുക്ക് മഴ മാറിയിട്ടില്ല. നമ്മളിപ്പോൾ കല്ലാറ് റിസോർട്ടിലാണ്. മൂന്നാർ കല്ലാർ റിസോർട്ട്. അതിനെ തൊട്ടപ്പം പറന്നു പോയി, മോളെ പുറത്തേക്ക് ചാടി. അവളിവിടെ കിടന്ന് പുഴി ചാടുമ്പോൾ ചാടി. അതുകൊണ്ടാണ് അതെങ്ങനെ ജീവനെ കൊണ്ട് രക്ഷപ്പെട്ടു പോയി കേട്ടോ. രാത്രി ഇനി ഇതുപോലത്തെ ജീവികളെ കാണണമെങ്കിൽ അയച്ചു തരാം കേട്ടോ. അല്ല ഗൈസ്, നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു ചെടിയാണോ നോക്കുന്നത്. അതായത് ഒരു മനോഹരമായ ഒരു ചെടിയാണ്. അതായത് കണ്ടോ, ഈ ചെടി ഈ കൊച്ചിൻ്റെ കൈയാണ്. ഈ ചെടിയെ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇത് കാണുമ്പോ പുഴു പോലെ ഇരിക്കും, പക്ഷെ ഇത് പുഴുവല്ല. ഇത് പുഴിച്ചെടി എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ പുഴിച്ചെടി എന്ന് പറഞ്ഞത് പുഴു പോലെ ഇരിക്കും. കാരണം പുഴു പോലെ ചുരുണ്ട് കയറും. നല്ല ഭംഗിയാണ്. ഞാൻ തൊട്ടപ്പോഴേ ചുരുണ്ട് കയറി. ഞാൻ തൊട്ടപ്പോ ചുരുണ്ട് കയറി. നമ്മളിങ്ങനെ പിടിക്കാമോ ചുരുണ്ട് പോകുന്നതാണല്ലോ. ചുരുണ്ട് പോകും കണ്ടോ. ഇതിങ്ങനെ നീളത്തിൽ സ്ട്രെയിറ്റ് ആയിരിക്കും. ഒരു മിനിറ്റ് സ്റ്റോം ചെയ്ത് കാണിച്ചത്. സ്ട്രെയിറ്റ് ആയിരിക്കും. നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ ചുരുണ്ട് പോകും. ചുരുണ്ടിട്ട് വീണ്ടും നല്ല ഭംഗി, നല്ല ഭംഗിയാണ് കേട്ടോ ഗൈസ്. ഞാൻ രാവിലെയാണ് കണ്ടത്. നല്ല ചെടി കേട്ടോ, മനോഹരമായ ചെടി. ഞാൻ പിടിച്ചു കണ്ട ചുരുണ്ടുപോയി. നല്ല ഭംഗിയുള്ള ഒരു കിട്ടണ ഒറിജിനൽ ചെടിയാണ് കേട്ടോ. ഇല ഒരു മുള ഒരു ഇല ഒന്ന് കുറച്ച് ഒരു ഇല കുറച്ച് ഒരു ഇല കുറച്ച് കാണിച്ച് കേട്ടോ. പ്ലാസ്റ്റിക് നല്ല ഒറിജിനലാണ് അതാണ്. നല്ല സുന്ദരം. ഒന്നര സും ചെയ്ത സും ചെയ്തിട്ടോ. അടിപൊളി അടിപൊളി. വേറൊരു കുഞ്ഞു ചെടിയാണ്. നല്ല സുന്ദരമായ ചെടിയല്ല, അടിപൊളിയാണ് കേട്ടോ. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ചെറിയൊരു നമ്മുടെ നാട്ടിലെ 10 മണി പൂ പോലത്തെ അതിന്റെ വേറൊരു ഭംഗിയാണ്. നല്ല രസമാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ല പിങ്കാണ്. കാണാൻ അഴകുള്ള പൂവാണ്, ചെമ്മതി പൂ പോലെ നിറമാണ്, പോലൊരു ചുമപ്പാണ്. എന്തോരു ഭംഗിന്ന് കണ്ടില്ലേ. കണ്ടവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. കാണാൻ ഭംഗിയുള്ള പൂവാണ്. പൂവിൻ്റെ പേര് അറിയില്ല, അറിയെങ്കിൽ കമൻറ്റിൽ ഒന്നൊറ്റേക്കോ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കുകൾ തരുവാൻ മറക്കല്ലേ, ലൈക്കുകൾ സബ്സ്ക്രൈബ് ചെയ്തിടണേ ഗായ്സ്. നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന ചെറിയ ഇതുണ്ട്. ഇഡ്ഡലി ഉണ്ട്, പിന്നെ സാമ്പാർ, ചട്നി, ദോശ, എല്ലാ സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.